മമ്മൂട്ടിയുടെ 2 സിനിമകളാണ്. അതിലൊന്ന് CBIയുടെ 2ാം ഭാഗം ജാഗ്രത. അപ്പൊ CBI ഡയറിക്കുറിപ്പ് 87-ലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. മദ്രാസിലും ഒരുപാട് കാലം ഓടിയ സിനിമയായിരുന്നു. ഒരു ട്രെൻഡ് നമുക്കറിയാം, സൈദുൽ അമീർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമൊക്കെ ഒരു ട്രെൻഡായി മാറിയതായിരുന്നു. അതിനുശേഷം തന്നെ തുടർച്ച എന്നോണം അവർ ചെയ്തൊരു സിനിമയായിരുന്നു ജാഗ്രത. പക്ഷെ ജാഗ്രത ഈ പറയുന്ന CBI ഡയറിക്കുറിപ്പിന്റെ ആ ഒരു വിജയം ജാഗ്രതയ്ക്ക് ലഭിച്ചില്ല. അതിന്റെ പല കാരണങ്ങളുണ്ട്. ആ ഒരു നമുക്ക് 2 സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും CBI ഡയറിക്കുറിപ്പ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ജാഗ്രത ഒരിക്കലും ഒരു മോശം സിനിമയല്ല. പക്ഷെ CBI വെച്ച് നോക്കുമ്പോൾ ജാഗ്രത ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മറ്റൊരു സിനിമ നായർ സാബാണ്. നായർ സാബ് ജോഷി, ഡെന്നിസ് ജോസഫ് കൂട്ടിയിട്ടുള്ള സിനിമ. നായർ സാബും നമുക്ക് ഗംഭീര സിനിമ തന്നെയാണ്. നായർ സാബ് ശരിക്ക് 87-ൽ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു സിനിമയാണ്. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ തീരുന്നത്. അതായത് പല കാരണങ്ങളും എനിക്ക് സെൻസറിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ന്യൂഡൽഹി എന്നുള്ള സിനിമ 87 ജൂലൈയിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ നായർ സാബിന്റെ ലൊക്കേഷനിലാണ് ഈ മമ്മൂട്ടിയും ജോഷിയും ഡെന്നിസ് ജോസഫൊക്കെ. അപ്പൊ അന്ന് ന്യൂഡൽഹി റിലീസ് ആയ ദിവസം ഇവര് നായർ സാബിന്റെ ഷൂട്ടിംഗ് ഒക്കെ ബ്രേക്ക് കൊടുത്ത് അവരതിന് റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. പടം ഗംഭീര സൂപ്പർ ഹിറ്റാന്ന് പറഞ്ഞ മമ്മൂട്ടി കരഞ്ഞു എന്നുള്ളതൊക്കെ നമ്മളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ ആ സിനിമ 89-ലാണ് തിയേറ്ററിലെത്തിയത്. എനിക്ക് തോന്നുന്നു ചിത്രം നായർ സഭ ഏകദേശം ഒരേ സമയത്തൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. PKR പിള്ള നായർ ഈ പറയുന്ന ചിത്രം ഏറ്റെടുക്കുകയും ലിബർട്ടി ബഷീർ നായർ സാബ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ നായർ സാബാണ് ലിബർട്ടി ബഷീർ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച സിനിമ. എന്തായാലും നായർ സാബ് 89-ൽ തിയേറ്ററിലെത്തി. അല്ലെ മമ്മൂട്ടി കൂടാതെ നമുക്കറിയാം സുമലതയുണ്ട്, ലിസിയുണ്ട്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. സിനിമയിൽ സുരേഷ് ഗോപി, മുകേഷും ഒക്കെ ഉണ്ട്. ഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു.